ഇന്നലെ കൊച്ചിയിൽ നടന്ന ആ ഒരു സംഭവ വികാസങ്ങളിൽ ആരാണ് ആ സെലിബ്രിറ്റി എന്നുള്ളത് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതായത് അത് നമുക്ക് ഏവർക്കും പരിചിതനായിട്ടുള്ള ജോജു ജോർജാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ തകർക്കപ്പെട്ട വണ്ടി ഏതാണ് എന്നുള്ളത് ചിലർക്കെങ്കിലും ഒരു സംശയമായിട്ട് മനസ്സിലുണ്ടായേക്കാം. നമുക്കെന്തായാലും ഇന്ന് ആ സംശയം തീർക്കാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ എന്ന മോഡലാണത്. ലാൻഡ് റോവർ ഇന്ത്യയിൽ കിട്ടുന്ന വാഹനങ്ങളിൽ 2 വേരിയൻ്റുകളുള്ള D90 എന്നും D110 എന്നും 2 വേരിയൻ്റുകളുള്ള ആ ഒരു ഡിഫൻഡറിൻ്റെ 110 വേരിയൻ്റാണത്, D110. അപ്പോൾ ലാൻഡ് റോവറിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1983 മുതൽ 2016 വരെ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ ആ ഒരു രാജകീയ വാഴ്ച ഉണ്ടായിരുന്നു എന്ന് പറയാം, ഇന്ത്യയിലില്ലെങ്കിൽ കൂടി. അതായത് അവിടെ ഞങ്ങൾ 2016 വണ്ടി നിർത്തുകയും പിന്നെ 2020 പുതിയ വേർഷനായിട്ട്, അതായത് തികച്ചും പുതിയൊരു ഡിഫൻഡറായിട്ട് പുനരവതാരണം കൊള്ളുകയും ചെയ്തൊരു വണ്ടിയാണ് ഡിഫൻഡർ, ഈ ഒരു ഡിഫൻഡർ. അപ്പോൾ ഈ ഒരു അവതാരം എന്നൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പഴയ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ സ്വഭാവമായിട്ടുള്ള ബോഡി ഓൺ ഫ്രെയിം മാറി, അതിപ്പോൾ മോണോക്കോക്കാണ്. കൂടാതെ അന്നുണ്ടായിരുന്ന ആ ഒരു സസ്പെൻഷൻ മാറി ഇപ്പോൾ എയർ സസ്പെൻഷനായി. ഇപ്പോൾ കോയിൽ സ്പ്രിങ്ങിലൊരു മോഡൽ കൂടി ഉണ്ട് എന്നിരുന്നാൽ കൂടി. അപ്പോൾ അന്നത്തെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 110 എന്നും 90 എന്നും ആ ഒരു മോഡലുകളുടെ ആ ഒരു പാരമ്പര്യം കൈക്കൊണ്ട് അതേ മോഡലുകളാണ് ഇപ്പോഴത്തെ ഒരു 2 മോഡലുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ 90 എന്ന് പറയുന്നത് 3 ഡോറും 110 എന്ന് പറയുന്നത് 5 ഡോറുമാണ്. അപ്പോൾ ഈ ജോജു ജോർജിൻ്റെ വണ്ടി എന്ന് പറയുന്നത് 5 ഡോറാണ്. അപ്പോൾ 3 ലിറ്റർ പെട്രോൾ മോഡലാണത്. അപ്പോൾ ലാൻഡ് റോവർ ഡിഫൻഡർ ഒരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഗോ എനിവെയർ നേച്ചറാണ്. അതായത് ഏത് റോഡും തോടും കാടുമൊന്നും മലയുമൊന്നും ഈ ഒരു വണ്ടിക്ക് ഒരു വിഷയമല്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ജമ്പ് ചെയ്യുന്ന പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ലക്ഷറി എന്നതിനേക്കാൾ ഒരു കരുത്തനായ വണ്ടി എന്നാണ് ഡിഫൻഡറിനെ പറയാം. ഇപ്പോൾ മെഴ്സിഡീസ് ബെൻസോ അല്ലെങ്കിൽ BMW ഒക്കെ കമ്പയർ ചെയ്താലും അതിനകത്തെ കാര്യങ്ങളൊക്കെ, അതായത് ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ലക്ഷറിയൊക്കെ കൂടുതൽ യൂട്ടിലിറ്റികളാണ്. അതായത് വെള്ളം നിറഞ്ഞാലും, ഇപ്പോൾ വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്, അപ്പോൾ വെള്ളം നിറഞ്ഞ് കവിഞ്ഞാലും വണ്ടിക്കൊന്നും പറ്റാത്ത വിധത്തിലുള്ള നിർമ്മിതിയും ഒരുപാട് അഡ്വഞ്ചർ ചെയ്യാനുള്ള ഒരു കാര്യമായിട്ടുള്ള ആ ഒരു സ്വഭാവവും. അതായത് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഗോപ്രോ മൗണ്ടൊക്കെ ഉള്ളൊരു ഇൻറ്റീരിയർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു കൗതുകം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഓഫ് റോഡാണ് ഈ ഒരു വണ്ടിയുടെ ഹാബിറ്റാറ്റ്. പക്ഷേ ഓൺ റോഡ് പെർഫോമൻസിനെ കുറിച്ച് കൂടി പറയണം. അപ്പോൾ എയർ സസ്പെൻഷനുള്ള അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഗിയർ ബോക്സുള്ള വണ്ടിക്ക് 0 to 100 ടൈമിംഗ് എന്ന് പറയുന്നത് 7.4 സെക്കൻഡാണ്. കൂടാതെ 191 കിലോമീറ്റർ ആ ഒരു ടോപ്പ് സ്പീഡുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വേരിയൻറ്റുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 32 വേരിയൻറ്റുകളുണ്ട്. ആ ഒരു വേരിയൻറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് 76 ലക്ഷം മുതൽ അങ്ങോട്ട് 1,11 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ ആ ഒരു വണ്ടികളുടെ ഒരു വിലയൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ കസ്റ്റമൈസേഷനും കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം വില കൂടിയ ഒരു വണ്ടി തന്നെയാണത്, വില കൂടിയ ഒരു ഓഫ് റോഡ് ടോയ് എന്നൊക്കെ തന്നെ പറയാം. എവിടെയും ഞാൻ വായിച്ചു ഈ ഒരു വണ്ടി 1 വർഷം കാത്തിരുന്നാണ് പുള്ളിക്ക് കിട്ടിയത്, അതായത് ജോജു ജോർജിന് കിട്ടിയത്. അത് പുള്ളി ശരിക്കും മുതലാക്കുകയും ചെയ്ത് വണ്ടി കിട്ടിയപ്പോൾ. അതായത് ഈ ഒരു വണ്ടി കൊണ്ട് ഒരു ഇന്ത്യ ട്രിപ്പൊക്കെ പോയതായിട്ട് ഞാൻ പല വീഡിയോസും കണ്ടു. എവിടെയൊക്കെ പോയത്, ഓൾ ഇന്ത്യ ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും കൂടി എവിടെയൊക്കെ പോയ കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഈ ഒരു വണ്ടി അതിൻ്റെ പൊട്ടൻഷ്യൽ ശരിക്കും ആസ്വദിച്ച് വരികയായിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനൊരു കാര്യം വന്നു പെട്ടത്. അത് പറയുമ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിൽ വണ്ടി കസ്റ്റമൈസ് ചെയ്യാം. ഏത് തരത്തിലുള്ള വീല് വേണം, എങ്ങനെയാണ് അതിൻ്റെ കളർ കാര്യങ്ങൾ വേണ്ടത്, എന്തൊക്കെ ഇൻസെർട്ട് വേണം, അങ്ങനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. അപ്പോൾ തികച്ചും കസ്റ്റമൈസ് ചെയ്തൊരു വണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2995 cc ആണ്, അതായത് 3 ലിറ്റർ. അപ്പോൾ ഏകദേശം 297 bhp പവറും 400 ടോർക്കുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ വലിയൊരു വണ്ടിയാണ്, വലിയൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വലിയൊരു SUV എന്ന് പറയാം. വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ എവിടെയും കൊണ്ടുനടക്കാവുന്ന ഒരു SUV എന്ന നിലയ്ക്കൊക്കെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റികളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഒരു ഫാനായി മാറിയിട്ടുള്ളത്. കൂടാതെ ആ ഒരു റോഡ് പ്രസൻസും ആ ഒരു വലിപ്പും ഒക്കെ തന്നെ ഇവരെയൊക്കെ ആകർഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ തികച്ചും വലിയൊരു വണ്ടി ഒരു സ്വപ്നം പോലെ വാങ്ങിയതാണ് പുള്ളി. അപ്പോൾ അത് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു സങ്കടം നമുക്ക് മനസ്സിലുണ്ട്. അതൊരു സങ്കടമായിട്ടോടെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് ലാൻഡ് റോവറിൻ്റെ ഒരു ബേസിക് കാര്യം. നമുക്ക് എപ്പോഴേലൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഡിഫൻഡറിൻ്റെ അപ്പോൾ ഈ പരുക്കുകളൊക്കെ മാറി വണ്ടി തിരിച്ചു വന്ന് കാടും മലയും തോടും താണ്ടിപ്പോവാൻ ജോജുവിന് വീണ്ടും ഒരു കൂട്ടായിട്ട് കുറേ കാലം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഈ വണ്ടിയുടെ ഒരു ചെറിയ വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അതായത് വണ്ടി ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം, A to Z ഫീച്ചേഴ്സ് പറയാം.
അപ്പോൾ അത്രേ ഉള്ളൂ. പതിപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ നല്ല നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ഒക്കെ നമ്മൾ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.